കുട്ടികളെ എല്ലാം പഠിച്ചു വെച്ച് എല്ലാ ഭാഗങ്ങളും നോക്കി ഇനിയൊരു എക്സാം വന്നാൽ ഫുൾ എഴുതാൻ റെഡിയായി നിൽക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ അഞ്ചാമത്തെ പാർട്ട് നാം അവതരിപ്പിക്കുകയാണ്. 4 വരെ പാർട്ടുകൾ കണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ കാണാം. ഇത് കാണുന്നവർക്കെല്ലാം എ പ്ലസ് ആണ്. ഈ 5 പാർട്ടുകൾ എല്ലാവരും കാണുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ? ഉണ്ടോ? ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ഇനിയും വീഡിയോ നാം അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കിട്ടുകയുള്ളൂ. നോക്കാം. ആദ്യത്തെ ചോദ്യം, ലാഹിലൽ ഇബാറത്ത് ലാത്തിയ വാജിബ് അൻ അസില. താഴെ ഒരു ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാന്നുള്ളതാണ്. വബിനി സാലിം യസ്തഹിഖു കുല്ലു ഹാദ. വബിനി സാലിമുൻ യസ്തഹിഖു കുല്ലു ഹാദ. എൻ്റെ മകൻ സാലിം ഇതിനേക്കാൾ അർഹിക്കുന്നുണ്ട്. ഇതാണ് ഈ ജുംല. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മിൻ അയ്യത്തി ഖിസ്സത്തിൻ ഹാദിൽ ഇബാറ. ഈ ഇബാറത്ത് ഏത് ഖിസ്സയിൽ നിന്നുള്ളതാണ്? ഏത് കഥയിൽ നിന്നുള്ളതാണ്? ആൻസർ ഏതാണ്? ഔഹനുൽ ബുയൂത്ത് എന്നുള്ള ഖിസ്സയിൽ നിന്നുള്ളതാണ് ഈ ഇബാറത്ത്. ഉമ്മു സാലിം, അതേപോലെ സാലിം എന്നൊക്കെ കേട്ടാൽ ഉറപ്പിച്ചോ ആ കഥ ഔഹനുൽ ബുയൂത്ത് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, മൻ ഖാലത്ത് ഹാദിൽ ഇബാറ. ഈ ഇബാറത്ത് പറഞ്ഞതാരാണ്? ഇതാരാ പറഞ്ഞത്? ഉമ്മു സാലിമാണ് ഈ ഇബാറത്ത് പറഞ്ഞിട്ടുള്ളത്. വലിമൻ ഖാലത്ത്, ആരോടാണ് ഈ ഇബാറത്ത് പറഞ്ഞിട്ടുള്ളത്? ബിനി സാലിം മുസ്തഹിഖു കുല്ലു ഹാദ എന്ന് പറഞ്ഞത് ആരോടാണ്? ഹനാൻ ലഹാമിനോട്, കാത്തിബത്തായ എഴുത്തുകാരിയായ ഹനാൻ ലഹാമിനോടാണ് സാലിമിൻ്റെ ഉമ്മ എൻ്റെ മകൻ ഇതിനേക്കാൾ അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നഅം വ ഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ. അതെ, ഒലിക്കുന്ന പുഴയിലാണെങ്കിലും ശരി. മൻ ഖാല ഹാദിൽ ഇബാറ. ഈ ഇബാറത്ത് പറഞ്ഞതാരാണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിൽ ഇബാറ. ഈ ഇബാറത്ത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലിമൻ ഖാല, ആരോടാണ് പറഞ്ഞത്? ലി സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ ഇബാറത്ത് പറഞ്ഞത്. മതാ ഖാല ഹാദിൽ ഇബാറ. ഈ ഇബാറത്ത് പറഞ്ഞത് എപ്പോഴാണ്? മറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുകയായിരുന്നു. ബി സഅദിൻ, സഅദ് റളിയല്ലാഹുവിൻ്റെ അരികിലൂടെ. വഹുവ യതവല്ലു. സഅദ് റളിയല്ലാഹു ആണെങ്കിൽ ഒളു ഉണ്ടാക്കുകയാണ്. ഫഖാല, അപ്പം നബി ചോദിച്ചു, മാ ഹാദ സർഫ്. എന്തൊരു അമിതമാക്കലാണിത്? ഫഖാല, അപ്പോൾ സഅദ് പറഞ്ഞു, അഫി വുളൂഇ സർഫുൻ. വുളൂഇലുണ്ടോ അമിതമാക്കൽ, അമിതവ്യയം ചെയ്യൽ എന്നത് വുളൂഇലുണ്ടോ? ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി പറഞ്ഞു, നഅം, അതെ. വ ഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ. ഒലിക്കുന്ന പുഴയാണെങ്കിലും ശരി, നല്ല വെള്ളമുള്ള ഒലിക്കുന്ന പുഴയാണെങ്കിലും ശരി, ആ വെള്ളം അമിതമാക്കാൻ പാടില്ല എന്ന്. ക്ലിയർ അല്ലേ? ഇഖ്തറുൽ മഅന അൽ മുവാഫിഖ് ലിൽ ഹദീസ് ലാത്തി. താഴെ തന്നിട്ടുള്ള ഹദീസിന് അനുയോജ്യമായിട്ടുള്ള അർത്ഥം കണ്ടുപിടിച്ച് എഴുതാനാണ്. അഫിൽ വുളൂഇ ഇസ്രാഫുൻ. വുളൂഇലും ഇസ്രാഫുണ്ടോ? നാം, അതെ. വൈൻ കുൻത അലാ നഹ്റിൻ ജാരിൻ. ഒലിക്കുന്ന ഒഴുകുന്ന നദിയാണെങ്കിലും ശരി, അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം ഏതാണ്? അതെ, യുർഷിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാർഗനിർദ്ദേശം നൽകി ഇലാ തർക്കിൽ ഇസ്രാഫി, അമിതമായി ഉപയോഗിക്കലിനെ ഒഴിവാക്കലിലേക്ക്. ഹത്താ ഫിൽ വുളൂഇൽ പോലും അമിതമായി അല്ലെങ്കിൽ ആഡംബരം ഇസ്രാഫ് എന്ന് ശരിക്കും പറഞ്ഞാൽ ആഡംബരമാക്കുക, അമിതമായി ഉപയോഗിക്കുക, അമിതവ്യയം ചെയ്യുക. വുളൂഇൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കുന്നതിനെ ഒഴിവാക്കലിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാർഗനിർദ്ദേശം നൽകി. ഈ ചോദ്യം ഹലാവത്തുൽ ഉമ്മുമ, മാതൃത്വത്തിൻ്റെ മാധുര്യം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത്. അസ്ഇലത്തുൽ ലിൽ മുഖാബില, ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ നോക്കാം, അഭിമുഖ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാഹിയ തജാറബുക ഫി അറാദിൽ കാരിസ. ദുരന്ത ഭൂമിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കാരിസ എന്ന് പറഞ്ഞാൽ, അറാദിൽ കാരിസ എന്ന് പറഞ്ഞാൽ ദുരന്ത ഭൂമിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്?
അടുത്ത ചോദ്യം, അയിനക്കാലത്ത് ഹാദിസത്തുൽ ഉമ്മി വ വലദിഹ. ഈ അമ്മയുടെയും മകൻ്റെയും സംഭവം എവിടെയാണ്? ഇത് ശരിക്കും എന്നാൽ ഈ റെസ്ക്യൂ ടീമിനോട് ചോദിക്കുന്ന അഭിമുഖം കേട്ടോ. നോക്കാം. കൈഫ വജത്ത ഹാദർ റദിയ. ഈ മുല കുടിക്കുന്ന ഈ ചെറിയ കുഞ്ഞിനെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത്? കൈഫ വജത്ത, എങ്ങനെയാണ് എത്തിച്ചത്, എങ്ങനെയാണ് കണ്ടെത്തിയത് ഹാദർ റദിയ, ഈ കുഞ്ഞിനെ? അടുത്തതെന്താ? കൈഫ ഹാലത്തുൽ ഉമ്മു ലിഹിമായത്തി വദിഹ സഗീർ. ഈ അമ്മ എങ്ങനെയാണ് ചെറിയ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചത്, സംരക്ഷിക്കാൻ ശ്രമിച്ചത്? മാതാ കാനത്ത് റിസാലത്തുൽ അഖീറ ലിവലദിഹ ഫിൽ ജവാൽ. മൊബൈൽ ഫോണിൽ ആ മാതാവിൻ്റെ കുട്ടിയോടുള്ള സന്ദേശം എന്തായിരുന്നു? റിസാലത്ത് എന്തായിരുന്നു? മൊബൈൽ ജവാൽ എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ആ കുട്ടിയോടുള്ള മാതാവിൻ്റെ അവസാനത്തെ സന്ദേശം അല്ലേ? റിസാലത്തുൽ അഖീറ എന്ന് പറഞ്ഞാൽ അവസാനത്തെ സന്ദേശം എന്തായിരുന്നു? കം അഫ്രാദുൻ ഫി ഫരീഖൽ ഇൻഖാദ്. നിങ്ങളുടെ റെസ്ക്യൂ ടീമിൽ എത്ര മെമ്പർമാരാണുള്ളത്? അടുത്ത ചോദിക്കുകയാണ്, ഹൽ ഖാബലത്ത് മിൻ ഖബലു മിസ്ല ഹാദിൽ ഹാദിസ. ഇത്തരമൊരു സംഭവം നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ഇതുപോലെയുള്ള അനുഭവം മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് ഈ റെസ്ക്യൂ ടീമാണ് ഇവരെന്നെ രക്ഷിച്ച് വന്നപ്പോൾ അവരോട് ചോദിക്കാനുള്ള ഇൻ്റർവ്യൂ ചോദ്യങ്ങളാണ്. 2, 3, 4 പഠിച്ചു വെക്കട്ടാ. ഈ ട്രാൻസ്ലേഷനാണ്, നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പറയാം. നോക്കാം. ഒരു 4 ട്രാൻസ്ലേഷനാണ് പ്രധാനപ്പെട്ടത്. സിഹത്ത്, അതേപോലെ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ള ഈ കാര്യങ്ങൾ, മൈ ഫാമിലി ഈസ് വെരി ഹാപ്പി, പിന്നീട് ചെറിയ ഹിവാർ, പിന്നെ മുംതാസ് എക്സലൻറ്റ്, മർഹബൻ, വെൽക്കം, പിന്നെയോ കൺഗ്രാജുലേഷൻ, മബ്രൂക്ക്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. നോക്കാം. അൽ ഹിന്ദു വത്തനി, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. വൽ ഹുനൂദ് കുല്ലുഹും ഇഖ്വതി വ അഖ്വാതി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അന ഒഹിബ്ബു വത്തനി, ഐ ലവ് മൈ കൺട്രി, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ആസിമതുഹ ന്യൂഡൽഹി, ഇതിൻ്റെ ക്യാപിറ്റൽ ഈസ് ന്യൂഡൽഹി. ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന തലസ്ഥാനം ന്യൂഡൽഹിയാണ്. വഹിയ മദീനത്തുൻ താരീഖിയ, ഇതൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പട്ടണമാണ്. ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ പ്ലേസ്. സൗഫ നസൂർ ഹാദിഹിൽ മദീനത്തുൽ മഷ്ഹൂറ മഅ അസ്ദിഖാഇന ഫിൽ ആമിൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം ഞങ്ങൾ സുഹൃത്തുക്കളോട് കൂടെ അവിടെ സന്ദർശിക്കും. വി വിൽ വിസിറ്റ് ദ ഫേമസ് സിറ്റി വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ നെക്സ്റ്റ് ഇയർ ഇൻഷാ അല്ലാഹ്. പഠിച്ചു വെച്ചോ. അടുത്ത ചോദ്യം, ബഅദുൽ വളായിഫ്, സം ജോബ്സ്, ജോലികളിൽ നിന്ന് ചിലതാണ്. മുഹാസിബ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ്, തയ്യാർ പൈലറ്റ്, ഷുർത്തി പോലീസ്, നജാർ കാർപ്പൻ്റർ, മുമരിൽ നഴ്സ്, തൊബീബ് ഡോക്ടർ, മുഹന്ദിസ് എഞ്ചിനീയർ, മുസവ്വിർ ഫോട്ടോഗ്രാഫർ, മുഹാലിർ ലെക്ചറർ, സിഹാഫി എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റ് മാധ്യമ പ്രവർത്തകൻ, മുജമ്മിൽ ബ്യൂട്ടീഷ്യൻ, ആലിം എന്ന് പറഞ്ഞാൽ എന്താ? സയൻറ്റിസ്റ്റ്. പഠിച്ചില്ലേ? മുഹാസിബ് അക്കൗണ്ടൻറ്റ്, തയ്യാർ പൈലറ്റ്, ഷുർത്തി പോലീസ്, നജാർ കാർപ്പൻ്റർ, മുമരിൽ നഴ്സ്, തൊബീബ് ഡോക്ടർ, മുഹന്ദിസ് എഞ്ചിനീയർ, മുസവ്വിർ ഫോട്ടോഗ്രാഫർ, മുഹാലിർ ലെക്ചറർ, സിഹാഫി ജേർണലിസ്റ്റ്, മുജമ്മിൽ ബ്യൂട്ടീഷ്യൻ, ആലിം സയൻറ്റിസ്റ്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ. അറിയാം നിങ്ങൾക്ക്, എന്നാലും ഒന്ന് ഓർമ്മ പുതുക്കുക. അൽ കലിമാതു തഹദീബിയ, പൊളൈറ്റ് എക്സ്പ്രഷൻസ് ആണ്, മാന്യമായിട്ടുള്ള അഭിവാദന രീതികളാണ്. നോക്കാം. അഹ്ലൻ വസഹ്ലൻ, വെൽക്കം, വാം വെൽക്കം. ഇലൽ ലിഖാ, സി യു, ശുക്രൻ, താങ്ക്സ്. കൈഫൽ ഹാൽ, ഹൗ ആർ യു? ജയ്യിദ്, ഗുഡ്. ജസാക്കല്ലാഹു ഖൈറ, മേ അല്ലാഹ് റിവാർഡ് യു, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ അല്ലേ. ലൗ സമഹ്തും, പ്ലീസ്. മിൻ ഫദ്ലിക്, പ്ലീസ്. മർഹബൻ, വെൽക്കം. മഅസ്സലാമ, ഗുഡ് ബൈ. അഫ്വൻ, നോ മെൻഷൻ. എക്സ്ക്യൂസ്. മുംതാസ്, എക്സലൻറ്റ്. ജിദുൻ ജിദ്ദൻ, വെരി ഗുഡ്. മഅ്ദറത്തുൻ, എക്സ്ക്യൂസ് മീ. ആസിഫ്, സോറി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അഹ്ലൻ വസഹ്ലൻ, വെൽക്കം. മർഹബൻ, വെൽക്കം. മഅസ്സലാമ, ഗുഡ് ബൈ. അതേപോലെ മുംതാസ്, എക്സലൻറ്റ്. കൈഫൽ ഹാൽ, എല്ലാവർക്കും അറിയാം. ഹൗ ആർ യു? ഇലൽ ലിഖാ, സി യു. പിന്നെ ജസാക്കല്ലാഹു ഖൈറ, മേ അല്ലാഹ് റിവാർഡ് യു, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി സ്കൂൾ എക്യുപ്മെൻറ്റുമായി, സ്കൂളിൻ്റെ ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദവാത്തുൽ മദ്രസിയ്യ. ഇത് കുറേ പിന്നെ വാക്കുകൾ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് സ്കൂളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് എക്സാമിന് ഉണ്ടാവുക. നോക്കാം. മിലഫ്, ഫയൽ, ഖുറാസത്ത്, ദഫ്തർ എന്നൊക്കെ പറഞ്ഞാൽ നോട്ട് ബുക്ക്, മിസ്തർ, സ്കെയില്, മിംഹാത്ത് എന്ന് പറഞ്ഞാൽ ഇറേസർ,
ദബ്ബൂസ് സ്റ്റാപ്ലർ, മിർസം പെൻസിൽ, ഹക്കൈബ ബാഗ്, ഷുഫ്രത്ത് ഷാർപ്നർ, ഖരീത്ത മാപ്പ്. ഇതൊന്ന് നോക്കി പോവാം. ഇതിൽ നിന്ന് കൂടുതൽ കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടി 3-4 മാർക്ക്. ഇത്രയേ ഉള്ളൂ. ഇനി റസാലുൽ ഖസീറ ഷോർട്ട് SMS ആണ്. ഈദ് മുബാറക്, അത് ഹാപ്പി ഈദ് തന്നെ. അത്തമന്ന ലക വലിയുസ്രതിക അഹ്ല തഹാനി ബിമുനാസബത്തി ഓണം. ഐ വിഷ് യു ആൻഡ് യുവർ ഫാമിലി സ്വീറ്റ് ഗ്രീറ്റിംഗ്സ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഓണം. ഇനി അൽ ഖിത്താർ മുതഅഖിറുൻ, ദ ട്രെയിൻ ഈസ് ലേറ്റ്. ലാ യുംകിനുൽ വസൂല ഫിൽ മൗഇദ്, ഐ ക്യാൻ റീച്ച് ദെയർ ഓൺ ടൈം, എനിക്ക് ആ പറഞ്ഞ സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല. തമ്മ ഇൽഗാ അൽ ഇജ്തിമാ, ദ മീറ്റിംഗ് ഹാസ് ബീൻ ക്യാൻസൽഡ്, മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സൗഫ് അൽതഖാ ബിക ഫി സഅത്തിൽ ഖാമിസത്തി വന്നിസ്ഫ് മസാ, ഐ വിൽ മീറ്റ് യു അറ്റ് 5:30 ഈവനിങ്, ഞാൻ ഇന്നെ വൈകുന്നേരം 5:30 മീറ്റ് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തോ, പഠിച്ചോ. ഉക്തുബുൽ ഫിക്രത്തുൽ മർക്കസിയ ലിസിത്രിൽ ആത്തിയ, താഴെ സിത്ർ തന്നിട്ടുണ്ട്, വരികൾ തന്നിട്ടുണ്ട്, ഒരു വരി തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം, കേന്ദ്രാശയം എഴുതുക. വരികൾ വായിച്ചു നോക്കാം. ഫതജസ്സമൂലിൽ മജിദി കുല്ല അലീമത്തിൻ ഇന്നി റഅയ്തുൽ മജിദ സഅബൽ മുർത്തഖ. ഇതിൻ്റെ ഉത്തരം എഴുതൽ ഇങ്ങനെയാണ്. ഹാദ സത്രു, ഈ വരി മിൻ മൻലൂമി ഹനി അല്ലക്കും ലിഷായിർ, ഹനി അല്ലക്കും എന്ന കവിതയിൽ നിന്നുള്ളതാണ്. ലിഷായിർ മഷൂർ ഹാഫിൽ ഇബ്രാഹിം, അറിയപ്പെട്ട കവിയായിട്ടുള്ള ഹാഫിൽ ഇബ്രാഹിമിൻ്റെ ഹനി അല്ലക്കും എന്ന കവിതയിൽ നിന്നുള്ളതാണ് ഈ വരി. ഫി ഹാദൽ മൻലൂമി, ഈ കവിതയിൽ യുഹന്യു ഷായിറു, കവി അഭിനന്ദിക്കുന്നു അബ്നാ വതനിഹി, ആ രാജ്യത്തിൻ്റെ മക്കളെ. ബി മുനാസബത്തിൽ ആമിൽ ജദീദ്, പുതുവർഷത്തോടനുബന്ധിച്ച്. യഖൂലു ഷായിർ ഫി ഹാദ സത്ര, ഈ വരികളിൽ ഷായിർ പറയുന്നത് ഇന്ന ത്വരീഖ, തീർച്ചയായും വഴികൾ, ഇലൻ നജാഹി, വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് മംലൂഉൻ, നിറഞ്ഞതാണ്, ബിസുഊബാത്തി വൽ അഖബാത്തി, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞതാണ് വിജയത്തിലേക്കുള്ള വഴി. നിങ്ങളിപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താവും, നേട്ടങ്ങളുണ്ടാവും. ഇതാണ് ഈ വരികളുടെ ആശയമെന്ന് പറയുന്നത്. സന്ദർഭം വിവരിക്കാനാണ് സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. നോക്കാം. യാ ഖാല അമ്മായി, ഇൻ ലം തജിദി ജാനിബൈനി മഅൻ, നിങ്ങൾ രണ്ട് വശങ്ങളും എത്തിച്ചില്ല എങ്കിൽ, ഫി ഫതാത്തിൻ, യുവതിയുടെ കാര്യത്തിൽ, ഫബി അയ്യി ജാനിബിൻ തുളഹീന, നിങ്ങൾ ഏത് കാര്യമാണ് വേണ്ടെന്ന് വെക്കുക. അദ്ദീന അമി ദുനിയ, ദീനോ ദുനിയാവോ. നോക്കാം, ആൻസർ നോക്കാം. ആദിഹിൽ ഇബാറത്തു, ഈ ഇബാറത്ത് മിൻ ഖിസ്സത്തി ഔഹനുൽ ബുയൂത്ത്, ഔഹനുൽ ബുയൂത്ത് എന്ന ഖിസ്സയിൽ നിന്നുള്ളതാണ്. ഹാദിഹി ഖിസ്സത്തുൻ ജമീലത്തുൻ മിൻ കാതിബത്തിൻ സൂരിയ, ഈ ഖിസ്സ എന്ന് പറയുന്നത് സുന്ദരമായിട്ടുള്ള ഒരു ചരിത്രമാണ്, ഒരു കഥയാണ്. സിറിയൻ എഴുത്തുകാരിയുടെ, ഇസ്മു ഹനാൻ ലഹാം, ഹനാൻ ലഹാം എന്ന സിറിയൻ എഴുത്തുകാരിയുടെ സുന്ദരമായിട്ടുള്ള ഒരു കഥയാണിത്. തത്ലുബു ഉമ്മു സാലിം ഫതാത്തൻ മുനാസിബത്തൻ ലിവൽദിഹ സാലിം, തത്ലുബു ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മ തേടുന്നു, ഫതാത്തൻ യുവതിയെ, മുനാസിബത്തൻ ലിവൽദിഹ സാലിം, തൻ്റെ മകനായിട്ടുള്ള സാലിമിന് അനുയോജ്യമായ ഒരു യുവതിയെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഫ അഷാറത്തുൽ കാത്തിബ, അപ്പോൾ ഈ കാത്തിബ എഴുത്തുകാരി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, ഇലേഹ, അവളിലേക്ക്, സാലിമിൻ്റെ ഉമ്മയിലേക്ക്, ഫത്തിയാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്തമായിട്ടുള്ള യുവതികളെ. ഫറഫലത്ത്, അപ്പോൾ അതെന്തൊക്കെ തള്ളിക്കളഞ്ഞു ഉമ്മ സാലിം, സാലിമിൻ്റെ ഉമ്മ തള്ളിക്കളഞ്ഞു. ജമിഅ തിൽക്കൽ ഫത്തിയാത്തി, ഈ യുവതികളൊക്കെ തള്ളിക്കളഞ്ഞു. ബിക്തിഷാഫി ഒയോബിൽ മുഖ്തലിഫ, ചെറിയ ചെറിയ വ്യത്യസ്തമായിട്ടുള്ള ന്യൂനതകൾ വെളിവാക്കിക്കൊണ്ട്. ഫസ് അലസത്തുൽ കാത്തിബ ഹദസോൽ, അപ്പോഴാണ് ഈ ഹനാൻ ലഹാം ഈ ചോദ്യം ചോദിച്ചത്. യാ ഖാല ഇല്ലം തജിദുൽ ജാനിബൈനി മഅൻ ഫി ഫതാത്തിൻ ഫബി അയ്യി ജാനിബിൻ തുളഹീന അദ്ദീനു അമിദ്ദുന്യ എന്ന ചോദ്യം ചോദിച്ചത്. ഇതേപോലെ പഠിച്ചു വെച്ചോ, ഇതായിരിക്കും ചോദിക്കട്ടാ. ഇത് ആകെ ഇതിലെ ഇപ്പോൾ സന്ദർഭം ഇരിക്കാനുള്ള 1-2 കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ളത്. ഈ ചോദ്യം സന്ദർഭം ഇരിക്കാനാണ്. സാലിമു ഫി ഹദുഇഹി വസബ്രിഹി, സാലിം തികഞ്ഞ അടക്കത്തിലും ക്ഷമയിലുമാണ്. വഹുവ, അവൻ യുഹാവിലു, അവൻ ശ്രമിക്കുന്നു. തഗീറത്തിബാഇഹ, അവൻ്റെ പ്രകൃതി മാറ്റാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നു. ഇതിന് സന്ദർഭം വിവരിക്കാനാണ്. നോക്കാം. ഹാദിഹിൽ ഇബാറത്തു, ഈ ഇബാറത്ത് മിൻ ഖിസ്സത്തി ഔഹനുൽ ബുയൂത്ത് എന്നുള്ള, ഔഹനുൽ ബുയൂത്ത് എന്നുള്ള ഖിസ്സയിൽ നിന്നുള്ളതാണ്. ലിൽ കാതിബത്തി സൂരിയ ഹനാൻ ലഹാം, ഹനാൻ ലഹാം എന്ന സിറിയൻ എഴുത്തുകാരിയുടെ ഔഹനുൽ ബുയൂത്ത് എന്ന ഖിസ്സയിൽ നിന്നുള്ളതാണ് ഇത്.
തസവ്വജ സാലിമുൻ ഫതാത്തൻ ജമീലത്തൻ. സാലിം വിവാഹം കഴിച്ചു സുന്ദരിയായിട്ടുള്ള യുവതിയെ. അല്ലത്തി എങ്ങനത്തെ യുവതിയാണ്? അശാറത്തിലേഹ ഉമ്മുഹ, സാലിമിൻ്റെ ഉമ്മ ചൂണ്ടിക്കാണിച്ച ആ യുവതിയെ സാലിം വിവാഹം ചെയ്യുന്നു. വലാക്കിൻഹ, പക്ഷേ ആ യുവതി വൈറു മുതദയ്യിനത്തൻ, ദീനില്ലാത്ത ഒരു പെണ്ണായിരുന്നു. സാലിമാണെങ്കിലോ സാലിമുൻ ഷാബുൻ മിസാലിയുൻ മുത്തദയ്യനുൻ. സാലിമാണെങ്കിലോ ഷാബുൻ, യുവാവാണ്, മിസാലിയുൻ, മാതൃകായോഗ്യനായിട്ടുള്ള യുവാവാണ്, മുത്തദയ്യനുൻ, ദീനുള്ള യുവാവാണ്. യോമൻ, ഒരു ദിവസം, സാറത്തുൽ കാത്തിബ, നമ്മുടെ എഴുത്തുകാരി സന്ദർശിച്ചു ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മയെ സന്ദർശിച്ചു, ഫി ബൈത്തിഹ, അവിടെ വീട്ടിൽ. വസ അലത്ത്, ഈ എഴുത്തുകാരി ചോദിച്ചു, അനിൽ അറൂസി, നമ്മുടെ മണവാട്ടിയെക്കുറിച്ച്. ഫ അജാബത്ത്, അപ്പോൾ മറുപടി പറഞ്ഞു ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മ. അപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? മഅ ഹുസ്നിൻ ഷദീദ്, ശക്തമായിട്ടുള്ള വേദനയോടുകൂടി, ശക്തമായ ടെൻഷനോടുകൂടി മറുപടി പറഞ്ഞു. ലാ തഅരിഫ്, ഓക്കറിയില്ല, ഹുഖൂഖ സൗജി വൽ ബൈത്തി, ഭർത്താവിനോടുള്ള കടമകളും വീടിനോടുള്ള കടമകളൊന്നും അവർക്കറിയില്ല, ഓൾക്കറിയില്ല, മരോൾക്കറിയില്ല. ഫസ് അലത്തുൽ കാത്തിബ, അപ്പം കാത്തിബ ചോദിച്ചു അൻഹാലി സാലിം, സാലിമിൻ്റെ അവസ്ഥ എന്താ, ഇതൊക്കെ അറിഞ്ഞിട്ട് സാലിമിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. ഫഖാലത്ത് ഉമ്മു സാലിം ഹക്കദ, അപ്പോഴാണ് സാലിമിൻ്റെ ഉമ്മ ഇപ്രകാരം പറഞ്ഞത്. സാലിം ഫി ഹദോഇഹി, സാലിം വളരെ അടക്കത്തിലാണ്, വസബരിഹി, വളരെ ക്ഷമയിലാണ്. ബഹുവാൻ, ഇങ്ങനെ യുഹാവിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, തഗയീറ തിബാഇഹ, അവൻ്റെ പ്രകൃതി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഹിവാറാണ്. ലഖി റാഷിദുൻ സദീഖുഹു മാജിദ് ഫി അവലി യൗമി സനത്തി ദ്രാസിയൽ ജദീദ, പുതിയ അധ്യയന വർഷത്തിൽ ആദ്യ ദിവസം റാഷിദ് അവൻ്റെ കൂട്ടുകാരനായ മാജിദിനെ കണ്ടു. അവർ തമ്മിലുള്ള ഹിവാർ തയ്യാറാക്കാനാണ്. ഹിവാർ എക്സാമിന് ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ഹിവാർ വന്നാലും എഴുതണം, അറ്റൻഡ് ചെയ്യണം. ഏത് ഹിവാർ എന്നല്ല, എല്ലാ ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യണം, എന്തെങ്കിലും എഴുതി വെക്കണം, അഥവാ അറിയാത്തതുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതി വെക്കണം. ഇനി ഹിവാർ വന്നാൽ ഈ കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും എഴുതാലോ. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം എന്ന് എല്ലാവർക്കും അറിയാലോ. കൈഫൽ ഹാൽ എന്ന് എല്ലാവർക്കും അറിയാലോ, അത് എഴുതാലോ. അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ, വകൈഫ ഹാലുക്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പോൾ പിന്നെ മുംതാസ്, തൊയ്യബ്, ഏതെങ്കിലും ഒരു പദം ഉപയോഗിക്കാമല്ലോ. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കുന്നത് ഇല ലിഖാ, സി യു, മഅസ്സലാമ, ഗുഡ് ബൈ, ശുക്രൻ, താങ്ക്സ്, ശുക്രൻ ജസീലൻ, വളരെയധികം നന്ദി, ഇതൊക്കെ ഉപയോഗിക്കാമല്ലോ അല്ലേ. ഏതൊരു സംഭാഷണം വന്നാലും ഇത് എഴുതാം. അപ്പം തന്നെ 2 മാർക്ക് കിട്ടി. നോക്കാം, ഈ ചോദ്യം നോക്കാം. റാഷിദ്, അസ്സലാമു അലൈക്കും യാ മാജിദ്, മാജിദ് വഅലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ, സുഖം തന്നെയല്ലേ, അൽഹംദുലില്ലാ ഫി ഖൈറും വആഫിയ, സുഖത്തിനും സന്തോഷത്തിലുമാണ്. ഓക്കെ ഫാൻ, എങ്ങനെയൊക്കെ ഉണ്ട് നിൻ്റെ കാര്യം എന്തൊക്കെ? സൈൻ അൽഹംദുലില്ലാ, എനിക്കും സുഖം തന്നെ, സന്തോഷം. അൻത ഫി ഹാദിൽ മദ്രസ, നീ ഈ മദ്രസയിലാണോ? നഅം, അതെ. ഫി അയ്യി ശുഅബത്തിൻ അൻത, നീ ഏത് ബാച്ചിലാണ്? അന ഫി ശുഅബത്തിൽ ഉലൂം, ഞാൻ സയൻസ് ബാച്ചിലാണ്. വഅൻത, നീയോ? അന ഫി ശുഅബത്ത് തിജാറ, ഞാൻ കൊമേഴ്സ് ബാച്ചിലാണ്. ലിമ എഹ്തറത്ത തിജാറ, നീ എന്തിനാണ് തിജാറ, കൊമേഴ്സ് തിരഞ്ഞെടുത്തത്? അപ്പോൾ അവൻ പറയാണ്, ഒരീദു അൻ അക്കൂന മുഹാസിബൻ, ഞാൻ അക്കൗണ്ടൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സനൽ തഖി ബഅദ് ഇൻഷാ അല്ലാഹ്, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, കാണാം. ശുക്രൻ, താങ്ക് യു, അഫ്വാൻ. ഇത്രയേ ഉള്ളൂ, ഈ ഹിവാർ കഴിഞ്ഞു. ഈ ഹിവാറിൽ വന്ന ചില പദങ്ങൾ, ശുഅബത്തുൽ ഉലൂം എന്ന് പറഞ്ഞാൽ സയൻസ് ബാച്ച്, ശുഅബത്തുൽ തിജാറ കൊമേഴ്സ് ബാച്ച്, പിന്നെ ഹ്യൂമാനിറ്റീസ് ബാച്ചിന് എന്താ പറയുക, ശുഅബത്തുൽ ഇൻസാനിയ അല്ലേ. മറ്റൊരു ട്രാൻസ്ലേഷനാണ് ഹാദാ സദീഖി, ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഇതെൻ്റെ ഫ്രണ്ടാണ്. ഇസ്മുഹു ഹാമിദ്, ഹിസ് നെയിം ഈസ് ഹാമിദ്, അവൻ്റെ പേര് ഹാമിദ് എന്നാണ്. യദ്റുസു, അവൻ പഠിക്കുന്നു, ഫി ശുഅബത്ത് തിജാറ ഫിൽ മദ്രസത്തിൽ സാനവിൽ ഹുക്കുമിയ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഏത് ബാച്ചിൽ? തിജാറ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ബാച്ചിൽ അവൻ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഹി ഈസ് സ്റ്റഡിങ് ഇൻ കൊമേഴ്സ് ബാച്ച് ഇൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെയോ വാലിദുഹു മുഹന്ദിസുൻ, അവൻ്റെ പിതാവ് മുഹന്ദിസ്, എഞ്ചിനീയറാണ്. ഹിസ് ഫാദർ ഈസ് ആൻ എഞ്ചിനീയർ. ഇനി അവൻ്റെ പിതാവ് അക്കൗണ്ടൻ്റ് ആണെന്ന് എങ്ങനെ പറയാം? വാലിദുഹു മുഹാസബുൻ അല്ലേ. ഇനി നോക്കാം, വ ഉമ്മുഹു മുദരിസത്തുൻ, ഹിസ് മദർ ഈസ് എ ടീച്ചർ, അവൻ്റെ ഉമ്മ ടീച്ചറാണ്. ചിലപ്പോൾ ഇനി അവൻ്റെ ഉമ്മ വീട്ടമ്മയാണെന്ന് എങ്ങനെ പറയാം? വ ഉമ്മുഹു റബ്ബത്തുൽ ബൈത്ത് അല്ലേ. ഹാമിദുൻ ദാരിസുൻ മിസാരിയുൻ, ഹാമിദ് ഈസ് എ മോഡൽ സ്റ്റുഡൻറ്റ്, ഹാമിദ് നല്ല മാതൃകായിട്ടുള്ള മോഡൽ സ്റ്റുഡൻ്റാണ്, വിദ്യാർത്ഥിയാണ്. പഠിച്ചില്ലേ? വീണ്ടും പ്രധാനപ്പെട്ട ആശയം, കേന്ദ്രാശയം കണ്ടെത്താനാണ്. വരികൾ കൊടുത്തിട്ടുണ്ട്, സത്ർ കൊടുത്തിട്ടുണ്ട്. യാമൻ യഹിന്നു ഇലാഗദൻ ഫിയോമിഹി ഖദ് ബിഅത മാ തദരി ബിമാ ലാ തഅലമു. ആൻസർ നോക്കാം. ഹാദ സത്രു, ഈ വരി മിനൽ മൻലൂമി കം തസ്തക്കി, കം തസ്തക്കി എന്ന മൻലൂമിൽ നിന്നുള്ളതാണ്, കവിതയിൽ നിന്നുള്ളതാണ്. ലിഷായറുൽ മഷൂർ ഇലിയ അബുമാലി, ഇലിയ അബുമാലി എന്ന കവിത പ്രശസ്തനായിട്ടുള്ള കവിയുടെ
കം തഷ്തക്കി എന്ന കവിതയിൽ നിന്നുള്ളതാണ്. യഖൂൽ ഷാഇർ പറയുന്നു, അയ്യുഹൽ ഇൻസാൻ, എ മനുഷ്യരെ, അൽ ഹൈർ ഫിൽ മുസ്തഖ്ബിൽ ലാ തുളയി ഹയാത്തക്കൽ ഹാലിയ ലിഗദിക്കൽ മജ്ഹൂൽ. അപ്പോൾ മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് ആശങ്കയിലായിട്ടുള്ള മനുഷ്യരെ, ലാ തുളയി ഹയാത്തക്ക, നിങ്ങളുടെ തുളയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാഴാക്കരുത്, ഹയാത്തക്ക നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്, അല്ല ഹാലിയ ഇപ്പോഴത്തെ, ലിഗദിക്കൽ മജ്ഹൂൽ, അജ്ഞാതമായിട്ടുള്ള നാളേക്ക് വേണ്ടി ഇന്നത്തെ ജീവിതം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പാഴാക്കരുത്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ട, ഇന്ന് നിങ്ങൾ ശരിക്കും ജീവിക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ, ഈ ചോദ്യം എല്ലാവരും പഠിച്ചു വെച്ചാണെന്ന് ഉറപ്പാണ്. അബൂ ഖുർആനെ കുറിച്ച് ഒരു 5 പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതൊന്ന് വിശദീകരിച്ച് എഴുതാനുള്ളതാണ്. അല്ലെങ്കിൽ അബൂ ഖുർആനെ കുറിച്ച് ഓൺവേഡ് ചോദിക്കാറുണ്ട് അല്ലേ, ആദ്യത്തെ ഖലീഫയാണ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാ? അബൂ ഖുർആൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും അത് ചിലർ തെറ്റിക്കും. നോക്കാം. അവലുമൻ ആമന ബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആളാണ്. അവലു ഖുലഫാ റാഷിദീനാണ്. വലുത് ആയിഷ ബിയുടെ പിതാവാണ്. സദീഖ് റസൂലിൻ്റെ കൂട്ടുകാരനാണ്. സാനിസ്നൈനി ഫി ആർസോർ, സൗറന്ന ഗുഹയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടിലൊരാളാണ് ഇദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് ഇനി അബൂ ഖുർആനെ കുറിച്ചാണ് പഠിച്ചു വെച്ചോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹുവ അവ്വലുൽ ഖുലഫാ റാഷിദീൻ, ആദ്യത്തെ ഖലീഫയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ. ഹുവ അഹദുൽ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് അദ്ദേഹം. വവാലിദ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ പിതാവാണ് അദ്ദേഹം. വക്കാന അവ്വലു ആമന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന റിജാലി, പുരുഷന്മാരിൽ നിന്ന് നബിയെ കൊണ്ട് വിശ്വസിച്ച ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. പിന്നെയോ വക്കാന സദീഖൻ ഹമീമൻ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഉറ്റ കൂട്ടുകാരനായിരുന്നു. വക്കാന സാനിയസ്നൈനി മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗാരി സൗറന്ന ഗുഹയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടിലൊരാളായിരുന്നു അദ്ദേഹം. പിന്നെ അസ്ന ഹിജ്റത്തിൽ മദീനയിലേക്ക് ഹിജ്റ പോയ വ്യക്തി കൂടിയാണ്. തവല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു അൽ ഖിലാഫ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ഏതിനു ശേഷം? ബഅദ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വഫാത്തിന് ശേഷം. വഖദ്ദമ ഹയാത്തുഹു, അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിച്ചു. ഫി സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിലും. വഖിദ്മത്തിൻ നാസി, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇതിൽ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊന്നും തെറ്റരുത് കേട്ടോ. ആയിഷ ബിയുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആദ്യത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സൗറന്ന ഗുഹയിൽ നബിയോട് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരു ഇബാറത്ത് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമെന്നുള്ളതാണ്. നോക്കാം. ഊസിക്കും ബി അശരിൻ ഫഹ്ഫളൂഹ അന്നി, ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. ബി അശരിൻ 10 കാര്യങ്ങൾ. ഫഹ്ഫളൂഹ അന്നി, അത് നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് സൂക്ഷിക്കണം, സംരക്ഷിക്കണം, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കരുത്. വലാ തഖുല്ലു, നിങ്ങൾ എന്ത് ചെയ്യരുത്, കരാർ ലംഘിക്കരുത്. വലാ തഖ്ദിറു, നിങ്ങൾ എന്ത് ചെയ്യരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്. തഖൂനു എന്നൊക്കെ പറഞ്ഞാലും തഖ്ദിറു എന്ന് പറഞ്ഞാലൊക്കെ വഞ്ചിക്കരുത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് 10 വസിയത്ത് ചെയ്താണ്. ഈ 10 കാര്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിന് പിന്നെ എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കൂല്ലേ, പഠിച്ചു വെച്ചോ ഈ 10 കാര്യങ്ങൾ. നോക്കാം, നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട, പിന്നെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ചോദ്യം നോക്കുക. നിങ്ങൾ മൻ ഖാല ഹാദിൽ ഇബാറ, ഈ ഇബാറത്ത് പറഞ്ഞത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഇബാറത്ത് പറഞ്ഞത്. ഊസിക്കും ബി അശരിൻ, ഞാൻ നിങ്ങളോട് 10 വസിയത്ത് ചെയ്യുന്നു പറഞ്ഞത് ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. രണ്ടാമത് ലിമൻ ഖാല ഹാദിൽ ഇബാറ, ആരോടാണ് ഈ പിന്നെ വസിയത്ത് പറഞ്ഞത്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോടാണ്. മത ഖാല ഹാദിൽ ഇബാറ, ഈ ഇബാറത്ത് പറഞ്ഞത് എപ്പോഴാണ്? ലമ്മ അർസലഹു മഅ ജയ്ഷിൻ ഇലാ അബ്നായ, അബ്നായിലേക്ക് സൈന്യത്തോടു കൂടെ ഉസാമ റളിയല്ലാഹു അൻഹു അയച്ചപ്പോഴാണ് ഒരു 10 മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹു നൽകിയത്. പിന്നെ വൃദ്ധന്മാരെയും കുട്ടികളെയും എന്ത് ചെയ്ത് കൊല്ലരുത്. വലാ തഖ്തുലൂ തിഫ്ലൻ സഗീറൻ ഔ ശൈഖൻ കബീറൻ, പ്രായമായവരെയും ചെറിയ കുട്ടികളെയും കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതേപോലെ വലംറാത്തിന്, സ്ത്രീയെയും പിന്നെ കൈകാലുകൾ മുറിക്കരുത്. വലാത്തു ഹജ്ജിക്കു, നിങ്ങൾ കരിക്കരുത്. വലാ തഖ്തൗ ഷജറത്തൻ മസ്മിറ, ഫലം കായ്ക്കുന്ന മരങ്ങൾ എന്ത് ചെയ്യരുത്, മുറിക്കരുത്. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ 10 കാര്യങ്ങൾ. ഇപ്പോൾ ഇത് പഠിച്ചു വെച്ചോ, ടെൻഷൻ ആവേണ്ട, ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി പിന്നെ ഇഖ്റൽ ഫഖ്റുൽ ആദിയ വാജിബൻ നസ്ലത്ത് താലിയ, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഏത് പാരാഗ്രാഫ് വന്നാലും ചോദ്യം വന്നാലും, ഇപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം, അയിന പുരിത ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജനിച്ചത് ഇവിടെ. ഈ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചോദ്യം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആൻസർ ഉണ്ടാകുക. കണ്ടുപിടിക്കാൻ വളരെ സുഖമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
മിൻ ഖുലഫാൽ അമവീൻ കഴിഞ്ഞിട്ട് വൊലിദ, എവിടെ ജനിച്ചത്? വൊലിദ ബി മിസ്ർ. അത് കഴിഞ്ഞിട്ടായിരിക്കും ആൻസർ. ഏത് ചോദ്യമാണെങ്കിലും ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ സുഖമാണ്. ആ ചോദ്യത്തിൻ്റെ വാക്ക് നോക്കുക, ആ പദത്തിൻ്റെ അവസാനം അതിൻ്റെ ഉത്തരവും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് നോക്കാം. കാന ഉമർ ബിൻ അബ്ദുൽ അസീസ് മിൻ ഖുലഫാൽ അമവിയീൻ വലിദ ബി മിസ്ർ. ചോദ്യം, ഐന വലിദ ഉമർ ബിൻ അബ്ദുൽ അസീസ്. പിന്നെയോ എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ഒയലഖബ് ഉമർ സാനി, രണ്ടാം ഉമർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാനത്ത് ഉമ്മു ലൈല ബിൻ ആസിം, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ലൈല ബിൻ ആസിം എന്നവരാണ്. അവരാണ് ഉമറുല്ലാഹിൻ്റെ മകൾ കൂടിയാണ് അല്ലേ. വത്തവല്ലൽ ഖിലാഫ, അദ്ദേഹം ഭരണം ഏറ്റെടുത്തത് ഹിജ്റ 99-ലാണ്. ആഷ ഹുവ സൗജത്തുഹു ഫാത്തിമ ഈഷത്തൻ ബസീത്തൻ, വളരെ ലഘുവായിട്ടുള്ള ജീവിതമാണ് അവർ ജീവിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ. നോക്കാം. ഈ ചോദ്യങ്ങളൊന്ന് ഈ ഉദാഹരണം ഇട്ടിട്ടുള്ളത് ചോദ്യങ്ങൾ പരിചയപ്പെടാനും ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞതെന്താ, ചോദ്യം കാണും, അതിന് ശേഷമുള്ള പദമായിരിക്കും ഉത്തരം. കിട്ടിയില്ലേ? 5 മാർക്കോടെ കിട്ടിയാ അതിൻ്റെ ഉത്തരമാണത്. എവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ജനിച്ചത്? അപ്പോൾ വലീദ ഉമർ ബിൻ അബ്ദുൽ അസീസ്, അത് കഴിഞ്ഞിട്ട് ആൻസർ വന്നു ബി മിസ്ർ. സിമ്പിളാണ് അല്ലേ. അവരുടെ ഉമ്മയുടെ പേരെന്താണ്? കാനത്ത് ഉമ്മുഹു ലൈല ബിൻ ആസിബിൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സിമ്പിളാണ്. ഇതൊരു മോഡൽ കാണിച്ചു തന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കട്ടെ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേര് ബി ഉമർ സാനി. ആ ചോദ്യം കഴിഞ്ഞു, അടുത്ത വരി ഉത്തരമായിരിക്കും. ഇനി അടുത്ത ചോദ്യം ഉണ്ടാക്കാനാണ്. ചോദ്യം നിർമ്മിക്കാൻ ഉത്തരം തന്നിട്ടുണ്ടാവും ചിലപ്പോൾ, അതിനുവേണ്ടി ചോദ്യം ഉണ്ടാക്കുക കേട്ടാ. ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ ചോദ്യത്തിന് ചില പദങ്ങൾ പഠിച്ചിരിക്കണം. മൻ, ആര്. ഇതിപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ വാക്ക് അവർ തന്നിട്ടുണ്ട്, ചിലർ ക്വസ്റ്റ്യൻ വേർഡ് അവർ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ മൻ ആര്, ഐന എവിടെ, മത്ത എപ്പോൾ, മാത എന്ത്, കൈഫ എങ്ങനെ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ വാക്ക് പഠിച്ചു വെക്കണം. മൻ ആരാ, ഐന എവിടെ, മത്ത എപ്പോൾ, മാത എന്താ, കൈഫ എങ്ങനെ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വാക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഒരാളെ പറ്റി ഏതെങ്കിലും ഒരാളെ കുറിച്ചാണ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ ആരായാലും മൻ ഹുവ ജവാദ്, ആരാണ് ജവാദ്. മൻ ഹുവ സാലിം, ആരാണ് സാലിം. ഇനി സ്ത്രീ ആണെങ്കിലോ മൻഹിയ ഫാത്തിമത്ത്, മൻഹിയ സാലിമത്ത്. ഇങ്ങനെ വളരെ സിമ്പിളാണ് ഇത്. പിന്നെ ഇത് ചോദ്യം ഉണ്ടാക്കാൻ നോക്കാം. ഇതൊന്ന് ഒരു മോഡൽ നോക്കി വെച്ചോ കേട്ടാ. അപ്പോൾ ചോദ്യത്തിൻ്റെ ഇസ്തിഫാമിൻ്റെ ആ ചിഹ്നങ്ങൾ, ചോദ്യമാണ് ചോദ്യത്തിൻ്റെ ഫസ്റ്റ് ഉപയോഗിക്കുന്ന കാര്യമുണ്ടല്ലോ, അതാണ് ആദ്യം അറിയേണ്ടത്. മൻ, ഐന, മാത, കൈഫ, ഇല, ഐന എവിടേക്ക് എന്നുള്ള ഈ പദങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അഴുത ഹംസ ജുംലൻ അൻ ഖദീജ റളിയല്ലാഹു അൻഹ ബി തൗസീനി ഖദ് താലിയ. താഴെ ചെറിയ പോയിന്റുകൾ തന്നിട്ടുണ്ട് ഖദീജാബിനെ കുറിച്ച്. അതുമായി ബന്ധപ്പെട്ട് 5 ജുംല എഴുതാനാണ്. ഇവർ ചെയ്തത് നിസാൽ ആലമീൻ, ലോക സ്ത്രീകളുടെ നേതാവാണ്. ബഷർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അവർക്ക് അറിയിച്ചിട്ടുണ്ട്. തുദഅ ത്വാഹിറ, അവരെ വിളിക്കുന്ന പേര് ജാഹിലിയ കാലത്തിൽ അവരെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? ത്വാഹിറ എന്നാണ്. തസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ വിവാഹം കഴിച്ചു. തുക്നാബി ഉമ്മി ഖാസിം, ഖാസിമിൻ്റെ ഉമ്മ ഖാസിം എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. നോക്കാം, ഇതൊന്ന് വിശദീകരിച്ച് ചെയ്തു. ഇതിൽ ചോദിച്ച ചോദ്യങ്ങൾ വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. ത്വാഹിറ, ജാഹിലിയ കാലഘട്ടത്തിൽ ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെട്ട, ത്വാഹിറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ, അന്ന് തന്നെ ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? ഖദീജ ബീവി, നബിയുടെ ഭാര്യ. അത് എല്ലാവർക്കും അറിയാം. ആരാ പറയൂ? ഖദീജ ബീവി, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ചോദിച്ചിട്ടുള്ളത് ഒരു ചോദ്യമാണ്. ഉമ്മു ഖാസിം, ഖാസിമിൻ്റെ ഉമ്മ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? ഖദീജ ബീവി. ഇതുകൂടി വൺ വേർഡിൽ പഠിച്ചു വെക്കണം. നോക്കാം. അസ്സൈദത്തുൽ ഫാദില, ഇത് പാരഗ്രാഫ് 5 പോയിന്റ് ചെയ്താണെങ്കിൽ ഇത് എഴുതി വെക്കാം. അസ്സൈദത്തുൽ ഫാദില ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ ഖൈറു നിസാഇൽ ഉമ്മ വസയ്യിദത്തു നിസാഇൽ ആലമീൻ. ഇവർ സമുദായത്തിലെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഖൈറായവരാണ്, ലോക സ്ത്രീകളുടെ നേതാവ് കൂടിയാണ്. ലഖദ് ബശ്ശറഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിക്ക് ഒരു വീട് നൽകും എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അല്ലേ. വാലിദുഹ ഖുവൈലിദ്, അവരുടെ പിതാവിൻ്റെ പേരെന്താണ്? ഖുവൈലിദ് എന്നാണ്. വ ഉമ്മുഹ ഫാത്തിമത്തുൽ ആമിരി, അവരുടെ ഉമ്മയുടെ പേര് ഫാത്തിമത്തുൽ ആമിരി എന്നാണ്. വക്കാനത്തു ദുആ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അവരെ വിളിക്കപ്പെട്ടിരുന്നത് ത്വാഹിറ എന്ന പേരിലാണ്. തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ വഹു ഫീ 25 മിൻ ഉംരി, റസൂലുള്ളാഹിക്ക് 25 വയസ്സായപ്പോഴാണ് ഖദീജ ബീവിയെ വിവാഹം കഴിച്ചത്. വലദത്ത് ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഅ ഔലാദിഹി ഇല്ലാ ഇബ്രാഹിം മിൻ ഖദീജ, ഖദീജ ബീവിയിൽ നിന്ന് എല്ലാ കുട്ടികളും
വലദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമീ ഔലദി, റസൂലുള്ളാഹിൻ്റെ എല്ലാ കുട്ടികളും റസൂലുള്ളാഹിക്ക് ഉണ്ടായത് ഖദീജ ബിയിൽ നിന്നാണ്. ആരൊഴികെ? ഇല്ല ഇബ്രാഹിം എന്നവരൊഴികെ. കാനത്ത് ഖദീജ ബീവി ആയിരുന്നു തുക്കന ബി ഉമ്മു ഖാസിം എന്ന പേരിലും ഇവർക്ക് കുഞ്ഞത്തനാമം ഉണ്ടായിരുന്നു. ആ പേരിലും ഇവരെ വിളിച്ചിരുന്നു. ഈ ചോദ്യം മുക്കാലാമത്തുൽ ഫായിത്ത മിസ്റുൽ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു യുവതി 16 വയസ്സുള്ളൊരു കുട്ടി പിന്നെ ഫോണിലൂടെ ഒരു യുവാവുമായി കോണ്ടാക്ട് ചെയ്യുന്നു. അവർ സ്നേഹത്തിലാവുന്നു. പക്ഷേ ഈ യുവാവ് ഇവരെ വഞ്ചിക്കുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോഴുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. വസിഖ്തു ബിഹി ഫഖാനനി, നാശം. വസിഖ്തു, ഞാൻ വിശ്വസിച്ചു, ബിഹി അവനെ, ഫഖാനനി പക്ഷേ അവൻ എന്നെ വഞ്ചിച്ചു. മാ ലനൻതുഹു കദാലിക, ഞാൻ അവനെ അങ്ങനെ കരുതിയിട്ടില്ല. മാ കുന്തു തവഖഅതു മിൻഹു ഹാദാ, ഞാൻ അങ്ങനെ അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷേ ലാക്കിൻ ഖദാനി, പക്ഷേ അവൻ എന്നെ വഞ്ചിച്ചു. ദാലിക്കൽ ഹബ്ബാൻ, അവൻ വഞ്ചകൻ തന്നെ. ഈ പദം അതുമായി ബന്ധപ്പെട്ട സന്ദർഭം വിവരിക്കാനാണ്. നോക്കാം. ഹാദിഹിൽ ഇബാറത്ത്, ഈ ഇബാറത്ത് മിനൽ മസ്രഹിയ, നാടകത്തിൽ നിന്നുള്ളതാണ്. മുക്കാലമത്തുൻ ഫായിത്ത എന്നുള്ള മസ്രഹിയിൽ നിന്നുള്ളതാണ്. ലമ്മ റആ ശുർത്തിയു, പോലീസുകാരൻ കണ്ടപ്പോൾ, അൽ ഫതാത്ത, ആ യുവതിയെ, തജ്ലിസു വഹീദതൻ, ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട്, ഫി മഹത്തത്തിൽ ഖിത്താർ, റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് പോലീസുകാരൻ ആ യുവതിയെ കണ്ടപ്പോൾ, സഅലഹ, പോലീസുകാരൻ അവളോട് ചോദിച്ചു, അൻ ഹാലത്തിഹ, അവളുടെ അവസ്ഥയെക്കുറിച്ച്, ബിമുസാഅദത്തി ശുർത്തിയത്തിന്, ഒരു പോലീസുകാരുടെ സഹായത്തോടു കൂടി അവളുടെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചു. ഫഖാലത്ത് ഹ ശുർത്തിയ, അപ്പോൾ അവൾ ആ പോലീസുകാരോട് പറഞ്ഞതാണ്, മാതാ ഹദസ, എന്താ സംഭവിച്ചത്, തക്കല്ലമി. അപ്പോൾ പോലീസുകാരെ അവളോട് ചോദിച്ചു, മാതാ ഹദസ, എന്താ സംഭവിച്ചത്, തക്കല്ലമി, എന്നോട് സംസാരിക്കുക, എന്താ സംഭവിച്ചെന്ന് പറയുന്നു പോലീസുകാരി ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കാണിത്. നഹ്നു നുസായിദുക്കി, ഞങ്ങൾ നിന്നെ സഹായിക്കാം. ഫി ദാലിക്കൽ വക്തി, ഈ സമയത്ത്, അജാബത്തിൽ ഫതാത്തു, ആ യുവതി മറുപടി പറഞ്ഞു, ലിഷുർത്തിയ, പോലീസുകാരിയോട്, ബിഹാദിൽ ഇബാറ, ഈ ഇബാറത്ത്, അനിൽ ഫത്ത, ആ യുവാവിനെ കുറിച്ച്, അല്ലത്തി, എങ്ങനത്തെ യുവാവാണ്, തഅറഫത്തുഹു അബറ ശബക്കത്തിൽ ഫഖാനഹ, മൊബൈലിലൂടെ പിന്നെ അവരെ പരിചയപ്പെട്ട ആ യുവാവിനെ കുറിച്ച് എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, അവനെ വഞ്ചിച്ചു, ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്ന വ്യക്തിയാണ്, പക്ഷെ അവൻ എന്നെ ചതിച്ചു, വഞ്ചകനാണ് എന്നുള്ള ഈ സംഭവം ഉണ്ടല്ലോ. അപ്പോഴാണ് ഇവർ പറഞ്ഞത്, സന്ദർഭം വിവരിക്കാനാണ്. എനിക്കറിയാം കുറച്ച് സ്പീഡ് കൂടുതലാണ് ക്ലാസ്സിൽ എന്നുള്ളത്. അത് തീരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, പിന്നെ നിങ്ങളെ A+ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിറവേറ്റാണ്. നിങ്ങളാണ് ഇനി പഠിക്കേണ്ടത്. എൻ്റെ ഉമ്മ ഇവിടുന്ന് ചോദിക്കേണ്ടത്, ഈ കുട്ടി എന്താ എപ്പോഴും ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ. നോക്കാം. ഉക്തുബുൽ മാനൽ മർക്കസി ലിൽ ബൈത്തില്ലാത്തി, കേന്ദ്രാശയം എഴുതാനാണ്. അൽ യോമു യോമുക ഫിഷബാബി ഫനാദി ലാ നോമ ബഅദു വലാ ഷഹി റുഖാദി. നോക്കാം, ആൻസർ നോക്കാം. ഹാദ മിൻ മൻലൂമി ഫിദാഉൻ ലിൽ വത്തൻ, ഇത് ഫിദാഉൻ ലിൽ വത്തൻ എന്നുള്ള കവിതയിൽ നിന്നുള്ളതാണ്. ഷായർ അൽ മിസ്രി അൽ മഷ്ഹൂർ ഇബ്രാഹിം നാജി എന്ന പ്രശസ്തനായിട്ടുള്ള ഈജിപ്ത്യൻ കവിയുടെ കവിതയായിട്ടുള്ള ഫിദാഉൻ ലിൽ വത്തൻ എന്ന കവിതയിൽ നിന്നുള്ളതാണ് ഈ വരി. യുഖാത്തിബു ഷായിർ, ഈ ഷായിർ അഭിസംബോധന ചെയ്യുന്നു, ഫിഹാദൽ മൻലൂമി, ഈ കവിതയിലൂടെ, ശുബാന വത്തീൻ, രാജ്യത്തിൻ്റെ യുവാക്കളോട്, വഹുവ, അദ്ദേഹം, യത്തുലുബു മിൻഹും, അവരിൽ തേടുന്നു, അൻ യഖൂമു, അവർ നിർവഹിക്കാൻ, ബിവാജിബാത്തിഹിം നഹ്വൽ മുജ്തമഇ, അവരുടെ കടമകൾ, അവരുടെ ബാധ്യതകൾ, സമൂഹത്തോടുള്ള ബാധ്യതകൾ, വയുഹദ്ദിലുഹും, അവരോട് പ്രേരിപ്പിക്കുന്നു, അലൽ കാദിബത്തുൽ ഹുറ, സ്വതന്ത്രമായി എഴുതാൻ അവരെ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. യഖൂലു ഷായിറു, ഈ ഷായിർ പറയുന്നു, ഫി ഹാദ സത്രി, ഈ വരികളിൽ ഷായിർ എന്താ പറയുന്നത്, ഹാദൽ അസ്റു ലക്കും, ഈ കാലഘട്ടം നിങ്ങളുടേതാണ്, വല അലൈക്കും, നിങ്ങൾക്കെതിരല്ല, വലുതാലിക്ക്, അതുകൊണ്ട് തഖദ്ദമു ഇലൽ അമാ, മുമ്പിലേക്ക് ഇങ്ങനെ പൊയ്ക്കോ, വാലേക്കും അല്ലാ തനാമോ, നിങ്ങൾ ഉറങ്ങാതിരിക്ക്, വന്നുഹുദു ഫി ജമീൽ ഉമൂരി, എല്ലാ കാര്യങ്ങളിലേക്കൊട്ടും ഉണർന്ന് അവയിൽ എന്ത് ചെയ്യണം, തഖദ്ദമു ഫി, അവയിൽ മുന്നേറണം. ഇതാണ് ഇതിന് കേന്ദ്രാശയം. ഈ വരികളും പഠിച്ചു വെച്ചോട്ടെ, അതും ഫിദാഉൻ ലിൽ വത്തൻ ഇതേപോലെ തന്നെയാണ്, അവസാനത്തെ പദം മാത്രം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഫിദാഉൻ ലിൽ വത്തൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഏതൊരു കേന്ദ്രാശയം ചോദിച്ചാലും ഈ ആദ്യത്തെ 3 വരി എഴുതാം. ഹാദാ മിൻ മൻലൂമി ഫിദാഉൻ ലിൽ വത്തൻ ലിശ്ശാഇറിൽ മിസ്രി അൽ മഷ്ഹൂർ ഇബ്രാഹിം നാജി യുഖാത്തിബു ഷാഇറു ഫി ഹാദൽ മൻലൂമി ശുബാന വത്തനിഹി വഹുവ യത്ലുബു മിൻഹും അൻ യഖൂമു ബിവാജിബാത്തിഹിം നഹ്വൽ മുജ്തമഇ വയുഹദ്ദിലുഹും അലൽ കാതിബിൽ ഹുറ. ഈ 3 കാര്യങ്ങൾ എന്തായാലും എഴുതാം. അതിന് ശേഷം മാത്രം ഇതിൻ്റെ കേന്ദ്രാശയം എഴുതിയാൽ മതി കേട്ടോ. ഈ
ഫിദാഉൽ വത്തൻ എന്ന ചോദ്യത്തിന് ഉത്തരം അപ്പം തന്നെ അറിയാം. ഒരു ചോദ്യം കൂടി നോക്കാം. ഈ ചോദ്യം അതിൽ നിന്ന് തന്നെയുള്ളതാണ്. ഫിദാഉൽ വത്തൻ എന്നതിലുള്ളതാണ്. ഫഖദു സബീൽ അൽ ഹയാത്തി ആലുഫൻ വത്തക്കാത്തുഫൻ ഫി റഹബത്തിൻ വൈദാദിൻ. നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് വരികളൊക്കെ അതേപോലെ തന്നെയാണ്. ഹാദ സത്രു മിൻ മൻലൂമി ഫിദാഉൽ വത്തൻ ലിശാഇൽ മിസ്രി അൽ മഷ്ഹൂർ ഇബ്രാഹിം നാജി യുഖാതിബ് ഷാറി ഫി ഹാദൽ മൻലൂമി ശുബ്ബാന വത്തനിഹി വഹുവ യത്ലുബു മിൻഹും അൻ യഖൂമു ബി വാജിബാതിഹിം നഹ്വൽ മുജ്തമഇ വയഹരിലുഹും അലൽ കിതാബത്തിൽ ഹുർല. അല്ലേ, അതേ കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ 2 മാർക്ക് കൂടെ കിട്ടി. പിന്നെ 3ാമത്തെ മാർക്കിന് ഒറ്റ പോയിന്റ് എഴുതി വെച്ചാൽ മതി അല്ലേ. യക്കൂൽ എന്നിട്ട് പറയാം യക്കൂൽ ഷാർ ഫി ഹദൽ സത്ർ, ഈ വരിയിൽ ഷായർ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി എഴുതേണ്ടത്. അലൈക്കും തൈഷു ഫിൽ മുജ്തമഇ അൽ ഉഖുവത തസാമുഹ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് പരസ്പര സാഹോദര്യത്തോട് കൂടിയാണെന്നുള്ള ഈ കാര്യങ്ങൾ കൂടി എഴുതി വെച്ചാൽ ആൻസർ ഫുള്ളായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ അല്ലേ കുട്ടികളെ. ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കുറച്ച് സ്പീഡ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ പിന്നെ യൂട്യൂബിൽ സ്പീഡ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ 5 ഭാഗങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് 5 പാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 5 ഭാഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും, യാതൊരു സംശയവും ഇല്ല. 2 ദിവസമായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഞാൻ. ഇതിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യണം. അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലാണ് എല്ലാവരിലേക്ക് എത്തുള്ളൂ. ഇത്ര ഒരു കഷ്ടപ്പാടല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, നിങ്ങൾക്കറിയാലോ. 2 ദിവസമായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എല്ലാ നിങ്ങളുടെ ചോദ്യങ്ങൾക്കും കമൻറ്റിനൊക്കെ മറുപടി നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇനി വേണമെങ്കിൽ പിന്നെ ഒരു പാർട്ട് 6 നോക്കാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ 1 വേർഡ് ചോദ്യങ്ങൾ മാത്രമുള്ളത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ 1 വേർഡ് മാത്രമുള്ളത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈകുന്നേരം ഒരു 10-15 മിനിറ്റ് മാത്രം മതിയാലോ ആ വീഡിയോക്ക്. 15 മിനിറ്റിൻ്റെ വീഡിയോ തയ്യാറാക്കണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും, അത് മറ്റൊരു വിഷയം. പക്ഷേ നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ ചോദ്യം പ്രധാനപ്പെട്ടതാണ്, അത് മിസ്സാവരുതല്ലോ. അപ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.